താരയും ചൊന്നാളതു നേരം. അത് കേട്ടവനോടും, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയതും താനേ മാമസുതൻ അങ്കദൻ അന്നേരം കേട്ടോരു ദന്തമെന്നോട് ചൊന്നാനതും കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകും മനുജനോടും നിജ ലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നിടാൻ ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമുഖാചലേ വന്നിതും മിത്രാത്മജനെ തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുന്ന അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തു രാഘവൻ. അത്വാ സത്വരം അർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തതും വന്നതിപ്പോൾ അതുകൊണ്ടും തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹിം രാമം നീ ശരണമായി വേഗേന പാഹി മാം അങ്കദം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്നനുരാഗഭാവേന പറഞ്ഞത് ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കു നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരെന്നു നിർണയം. രാമനെ സ്നേഹമിന്നെന്നോളമില്ലാർക്കുമേ രാമനാകുന്നു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭുവി പാരഹരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭവാനില്ല നിർണയം. നിർഗുണൻ ഏകൻ ആത്മാരാമനീശ്വരൻ തരണാംബുജേ വീണു നമസ്കരിച്ചു ചെയ്യാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പൂർവൻ മൽഗ്രഹത്തിങ്കലും ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുകം അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുദേ. ഇത്തമാശ്വാസി വൃത്രാരിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടനായി യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധാം താരയും അശ്രുഗണങ്ങളും വാർത്താരൂഢതാപം അകത്തു പൊക്കിയിടുന്നാൻ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞോരോ നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് ബാലിയെ. ദൃഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കിട്ടിയെങ്കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയും നേറ്റം പിടിച്ചും കടിച്ചുമങ്ങ് ഊറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും മുൾച്ചീറ്റം കലർന്നു നഖം കൊണ്ട് മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ഓടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം.
രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ട് ആടി പുകഴ്ത്തയും. കണ്ടീലവാട്ടം ഒരുത്തനും ഏതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലർ എങ്കിലും ഭേദിച്ചാർക്കതനയനും വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഹേതമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജ മുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വശപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃഷഖണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതം അമ്മാറയച്ചരുളിയിടനാൻ ചെന്നതു ബാലിതനും തൻ മാറിൽ താറച്ചളവൊന്നലറി വീണിടിനാൻ ബാലിയും. ഭൂമിയുമൊന്ന് വിറച്ച നേരത്തും രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾ സുതൻ. മോഹം കലർന്നു മുഹൂർത്തം മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തുണീരവും മൃദുസ്മേരവദനവും ചാരും ജടാമുകടം പൂണ്ടിടം പെട്ടമാരിടത്തെങ്കിൽ വനമാലയം പൂണ്ടു ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതലച്ചവി പൂണ്ട ശരീരവും പക്ഷപാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞത് ബാലിയും ഉണ്ടായ കോപഹേതാ കുലചേതസ. എന്തു ഞാനൊന്ന് നിന്നോട് പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക രാജകുമോ കുലോത്ഭവൻ അല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തോന്നു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോപരം തവ പത്നിയെ കട്ടതിൻ അർക്കാത്മജന് ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്ത മൂന്ന് ലോകത്തെങ്കിലും വീരനാമിനുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തികെ വെച്ചു തൊഴുതേൻ മാതരാൽ. ധർമ്മിഷ്ഠനെന്ന് ഭവാന് ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മം എന്തോന്നു ലഭിച്ചതിതുകൊണ്ടും നിർമൂലമിങ്ങനെ കാട്ടളനെപ്പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തോന്നു പറക നീ. വാനരമാംസം അഭക്ഷ്യമത്രേ ബധ മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായി ആയുധവുമായി നിർമ്മത്സരം നടക്കും നീളഞ്ഞാൻ. പാപിയായ ഒരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ മോഹബന്ധനായി നിന്നെ നീയേതും അറിയാഞ്ഞതും എടോ. പുത്രീ ഭഗനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം മറുചേതസി. മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ച് ഏറ്റവും മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാനീ നിരൂപിക്ക മനസ്സേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടും ലോകപാലന്മാർ നടക്കും എല്ലായിടവും ഏറെ പറഞ്ഞു പോകായിക അവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും.
യുദ്ധം അരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവം മകന്നു സസംഭ്രമം ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസ്സേ കാരുണ്യമോടും ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്ന് ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാം അഭിദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിൻ തിരുനാമം വരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശം ഇക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടം തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടുന്നേൻ. നിന്നുടെ ലോകം ഗമിക്കാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അങ്കദപാലനും ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമേലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്ന് പറിച്ചു തലോടിനാൻ മല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദദുരാപം ആയുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മാ ആത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഹം ഭയത്തോടോടി വേഗേന പൊക്കിതു കിഷ്കിന്തയായ പുരാജിരെ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ. ശ്രീരാമസായകമേറ്റു രണാജിരേതാരേ കുമാരനെ വാഴിക്ക് വൈകാതെ ഗോപുരമാരിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കന്ത മഹാപുരം. മന്ത്രികളോടും നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലോലവാ വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിന് എനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേവൃത. ഭർത്താവുതനോട് കൂടവേ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ. യുദ്ധം കരഞ്ഞവൾ ചെന്നുതൻ രഥാവാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ പരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെയേറ്റം വിവശയായി വീണതു ചെന്നു പാതാന്തികെ താരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പുറാ പിരിഞ്ഞാലിടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാനഫലം നിനക്കും വരും. ആര്യനാം നിൽനാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതി. വ്യഗ്രവും തീർത്തൊരുമയുമായി വാഴുക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരും. ഇത്തം പറഞ്ഞു കരയുന്നതാരയോടുത്തരമായി അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃത തവ കേൾക്ക നീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ
പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം ചഞ്ചിതം ത്വമാംസരസ്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ. അല്ലലുണ്ടാകായതും നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖ വിഷയവും അല്ലതു കേവലം. സ്ത്രീ പുരുഷക്ലീപഭേദങ്ങളുമില്ല. താപശീതാദിയും ഇല്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരത് അദ്വയൻ അവ്യയൻ അനാകാശതുല്യൻ അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചത് പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിന്താത്മാ നിത്യമായത് ജീവനും. ദുഃഖസുഖാദി ആർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളത് കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനും സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേന യഥാതഥാ സത്യമായുള്ളതും കേട്ടാലുമെങ്കിലോ നൂനം അനാദ്യവിദ്യാബന്ധഹേതുന താനാം അഹങ്കൃതികോശു തൊൽക്കാര്യമായ സംസാരമുണ്ടാം. അഭർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം. മാനസം സംസാരകാരണമായതും മാനസത്തിനും ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാന സത്കൃതം ബന്ധനം ഭവിക്കുന്നു. രക്താദിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വൂർണമായി വരും. വസ്തുതയാ പാർക്കലില്ല തദ്രജനാം ചിത്തെ നിരൂപിച്ചു കാണുക നീ. സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബന്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതും ഭാവിക്ക കൊണ്ടും സംസാരേ വലയുന്നു. അതൗ മനോഗുണാൻ സൃഷ്ടുവാ തതസ്തതാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരത്നാസിതഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങും ആ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു. അഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ പുയൂഹടീയന്ത്രവൽ. സദാ മായാബലത്താൽ അതാർക്കൊഴിക്കാമിടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിന് പുന രപ്പോളവൻ മതി മദ്വിഷയാ ദൃഢം ശ്രദ്ധയുമുണ്ടാം. കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ
മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനം ആത്മാവിതും സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധം അറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യം അയോദിതം സത്യം അയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്ത് വിശുദ്ധനായി മായാവിമോഹം കളക മനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടൊരു രൂപവും ഏവം നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകർന്നു തെളിഞ്ഞതും ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവമുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടും കാക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട നാരി ബന്ധം തീർന്നു. മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം മകളെ പോയി തെളിഞ്ഞതും സുഗ്രീവനും ഇവ കേട്ടോരനന്തരൻ അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് സ്വസ്ഥനായാന്തുലോം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാം അങ്കദൻ തന്നെയും മുന്നിട്ട് സംസ്കാര കർമാദികളെ സംസ്കാരകർമ്മങ്ങളെ പുണ്യാകപര്യന്തമാകന്ത ചെയ്യുക നീ. രാമജയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാ നാത്വാചകമ്മ രഘൂത്തമസന്നിധവൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.